ഹായ് ഓൾ, വെൽക്കം ടു Zahrabanu കുക്കിംഗ് ആൻഡ് ടിപ്സ്. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ നോക്കാം. ഈ സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഫില്ലിങ്സ് റെഡിയാക്കാം. ഇവിടെ ഫില്ലിങ്സ് ഞാൻ പൊട്ടാറ്റോ പുഴുങ്ങിയത് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്, അതുപോലെ ക്യാബേജ്. സവാള കുറച്ച് മതി കേട്ടോ, കൂടുതൽ എടുക്കണ്ട. പിന്നെ വളരെ സ്ലൈസ് ആക്കിയിട്ട് അരിയണം. അതുപോലെ തന്നെ ക്യാബേജും കുറച്ച് മതി. നമുക്കിതിലേക്ക് കൂടുതലായിട്ട് വേണ്ടത് പൊട്ടാറ്റോയാണ്. പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി ഒരു 4 അല്ലി ചതച്ചത്, അതുപോലെ കുരുമുളക് ചതച്ചത്, അതിൻ്റെ കൂടെ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫില്ലിങ്സിലേക്കുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, കാരണം ഇത് പൊട്ടാറ്റോ പുഴുങ്ങിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരല്പം കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്യണം, നല്ലപോലെ മിക്സ് ചെയ്യണം, കാരണം ഇതൊന്നും നമ്മൾ വേവിക്കുന്നില്ല. അപ്പോൾ ഈ പൊട്ടാറ്റോയുടെ ചൂട് കൊണ്ട് തന്നെ ഈ ക്യാബേജും ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടും. ഇതിൽ പൊട്ടാറ്റോ ആണ് കൂടുതൽ വേണ്ടത്, ക്യാബേജും അതുപോലെ സവാളയൊക്കെ കുറച്ച് മതി. ഇനി നമുക്കിതിന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിനിവിടെ ചപ്പാത്തി പൊടി എടുത്തിട്ടുണ്ട്, ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം നെയ്യ് നമ്മുടെ കയ്യിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന ആദ്യം നെയ്യും പിന്നെ ഉപ്പും ചേർത്തിട്ട് ചപ്പാത്തിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആട്ടപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നല്ല കുഴച്ചതിന് ശേഷം നമുക്കിതുപോലെ ബോൾസ് ആക്കി വെക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ചപ്പാത്തി ഒരു റൗണ്ട് ഷേപ്പിൽ പരത്താം. അതിനുശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത്, ഫില്ലിങ്സ് വേണ്ടത് പൊട്ടാറ്റോ ആണ്. സവാളയും അതുപോലെ തന്നെ ക്യാബേജും അത്ര തന്നെ വേണ്ട. ആവശ്യത്തിന് എന്തെങ്കിലും ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതെല്ലാം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഒരു ട്രയാങ്കിളായിട്ട് അല്ലെങ്കിൽ ത്രികോണമായിട്ടാണ് ഇത് ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയൊന്നും വേണ്ട, അത് ഇതുപോലെ തന്നെ സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഒരു ട്രയാങ്കിളായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഫില്ലിങ്സും ഇത് ചപ്പാത്തിയായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക, കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് നമുക്കൊന്ന് ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാനിലാദ്യം നമുക്കിവിടെ ഒരല്പം ഗീ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരല്പം ഗീ ചേർക്കുകയും വേണം മറിച്ചിടുന്നതിന് മുമ്പായിട്ട്. ഇത് വളരെ ഗീ ഒക്കെ പുരട്ടുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇതാണ് നമ്മുടെ സ്നാക്സ്, ഈവനിങ് സ്നാക്സ്. ഇതുപോലെ ചട്നി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ സോസ് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.